തെങ്കാശി പശ്ചിമഘട്ട മലനിരകളുടെ താഴെ പച്ച വിരിച്ചു കിടക്കുന്ന ഒരു തമിഴ് ഗ്രാമം. പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും വെള്ളച്ചാട്ടങ്ങളും നെൽപ്പാടങ്ങളും സൂര്യകാന്തി പാടങ്ങളും നിറഞ്ഞ തെങ്കാശി. വാണ്ടർലെസ് കപ്പിളിന്റെ തെങ്കാശി യാത്രയുടെ 2ാം ദിവസം ഇവിടെ തുടങ്ങുന്നു. തെങ്കാശിയുടെ ഗ്രാമക്കാഴ്ചകളിലേക്ക്, തിരക്കുകളിലേക്ക്, നിഷ്കളങ്കമായ ചില മനുഷ്യരിലേക്ക്. Once again, welcome back to Wanderlust Couples Tenkashi Vlog episode number 2. ഹലോ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ കാണിച്ചിരുന്നത് തെങ്കാശിയിലേക്കുള്ള, കൊച്ചിയിൽ നിന്ന് തെങ്കാശിയിലേക്കുള്ള യാത്രകളുടെ വിശേഷങ്ങളാണ് കേട്ടോ. അതെല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തെങ്കാശിയിൽ വന്നതിന് ശേഷം അവിടുത്തെ സ്ഥലങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ആദ്യം പോകുന്നത് അടവിനയന ഡാമിലേക്കാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന 5 ഫാൾസ് വാട്ടർഫോൾസിന്റെ അടുത്ത് നിന്ന് ഒരു 22 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അടവിനയന ഡാമിലേക്കുള്ളത്. ഇപ്പൊ നമ്മൾ മേക്കര എത്തി. ഈ മേക്കരയിലാണ് അടവിനയന ഡാം ഉള്ളത്. മേക്കരയിൽ നിന്ന് ഈ ഒരു 2 ഡൈവേർഷൻ വരും. ഇതിൽ റൈറ്റ് സൈഡിലേക്ക് കയറുക. റൈറ്റ് സൈഡിലേക്ക് കയറി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് മോനെ ഒരു അടിപൊളി കാഴ്ച നമ്മളെ സ്വീകരിക്കുന്നത്. ഇത് വെറും അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ലൊക്കേഷൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര കിടിലനായിരിക്കും എന്നുള്ളത് നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും വേറൊരു പ്ലാനറ്റിൽ എത്തിയ പോലെ ആയിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് തെങ്കാശിയിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ മാറി മെയ്ക്കര എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമം, ഒരു വില്ലേജ് ആണിത്. ഇവിടെ ഞങ്ങൾ ആക്ച്വലി വന്നത് അടവിനയനാർ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഡാം ഉണ്ട് ഇവിടെ. ആ ഡാം കാണാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ആ ഡാം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നെൽവയല് കണ്ടായിരുന്നു. അപ്പൊ ഈ നെൽവയല് കണ്ടപ്പോ ഒന്ന് നിർത്തിയതാണ്. അല്ലാതെ ഇച്ചിരി അല്ല, ഒത്തിരി ഇങ്ങനെ കിടക്കാണ്. കണക്കിന് സ്ഥലം നമ്മള് വന്ന ടൈമിനോടൊന്നും അറിയില്ല. നല്ല കളർ കറക്റ്റ് കതിര് വന്ന് നിൽക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗ്രീൻ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഒരു ഗ്രീൻ വൈബ്. അതെ, ചുറ്റിനും മലയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 4 സ്ഥലത്തും മലകളുടെ നടുക്ക്. എങ്ങോട്ട് നോക്കണോന്നറിയില്ല, അത്രയും മല ചുറ്റും പച്ചപ്പ് ചുറ്റും. എനിക്ക് തോന്നുന്നു ട്രിപ്പ് ഇപ്പോഴാണ് ഓണായതല്ലേ? അതെ. അരിയുടെ പേരാണ് അയ്യാരമ്പത്. இது நாங்க விவசாயம். ഇതിന്ന് കിട്ടുന്ന കൗതുക ലേശം കൂടുതലാ. സാരമില്ല. ഇത് ഉണക്കി ഇനി இது உணக்கி காயப்பட்டு மெல்லுல அரைச்சு அதுக்கப்புறம் ഇവിടെ തന്നെയാണോ ഇത് വിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ வித்துட்டு இது சாப்பாட்டுக்கு வச்சிருக்கு. கேரளாவுக்கு கொண்டு போவாங்க, எல்லா நாட்டுக்கும் போவாங்க. உங்க பேர் என்ன? என் பேரு சண்முகத்தாய். சண்முகத்தாய். ஆமா, சண்முகத்தாய் இல்ல சண்முக. ஊரே இதுதான். வீட்டுல மவன், பேரன், வீட்டாளு, லாஹி, வண்டி வரும், எல்லா ஆளும் இருக்கு. எல்லாம் பேர மாதிரி படிக்காங்க. நாங்க விவசாயம்.
ഇഷ്ടപ്പെട്ടാ? ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാ? സൂപ്പർ സ്ഥലല്ലേ? നല്ല രസമുള്ള ലൊക്കേഷൻ. നേരെ അടവിനയനാർ ഡാമിലേക്ക് പോകും. ബാക്കി ഡാമിലെ കാഴ്ചകൾ നോക്കാം. ഈ കാണുന്നതാണ് അടവിനയനാർ ഡാമിന്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 300 മീറ്ററും കൂടി പോകാനുണ്ടാവും. നല്ല വിശാലമായ ഏരിയ ഉണ്ട് ഡാമിന്റെ പരിസരത്തിലായിട്ട്. പക്ഷെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇപ്പൊ ഈ സ്പിൽവേയിൽ കൂടെ വെള്ളം വരുന്ന സമയമല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ നേരെ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വെള്ളം കുറവുള്ള ടൈം ആയതുകൊണ്ട് ഇപ്പൊ ഈ സ്പിൽവേയിലൂടെ വെള്ളം വരുന്നില്ല. എന്തായാലും നമ്മളിവിടെ കാർ ഒന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പുറത്തിറങ്ങി ഡാമിന്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടുവരാം. പിന്നെ ഈ ഏരിയയിലേക്ക് പോരുമ്പം അത്യാവശ്യം ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോരുന്നതായിരിക്കും നല്ലത്. കാര്യമായിട്ടുള്ള കടകളൊന്നുമില്ല. ഇവിടെ വന്നു കഴിയുമ്പം ചെറിയൊരു ചായക്കടയുണ്ട്. നമുക്ക് ഇരുന്ന് കഴിക്കാൻ അങ്ങനെയുള്ള സ്പേസ് ഒന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോരുക, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കരുതുക. മേക്കരയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഒരു കൊച്ചു പയ്യൻ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ദേ ഈ വരുന്നതെന്ന്. അതെ, ഇവരുടെയൊക്കെ ഒരു കൊച്ചു കെയർടേക്കറെയാണ് നമ്മൾ ആദ്യം കണ്ടത്. എത്ര ഗൗരവത്തോടെയാണ് ആ കുട്ടി ആ ജോലി ചെയ്യുന്നതെന്ന് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നോക്കി നിന്ന് കേട്ടോ. അവൻ ആ ജോലി വളരെ സീരിയസ് ആയിട്ടാ ചെയ്യുന്നതെന്ന് നമുക്ക് അവനെ കുറച്ചു നേരം നോക്കി നിന്നുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോ അടവിനയനാർ ഡാം കണ്ടു, മേക്കര വില്ലേജ് കണ്ടു. ഇനി നെക്സ്റ്റ് എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര? അടുത്തത് ഇനിയൊരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിന്റെ പേര് തിരുമലൈക്കോവിൽ. തോന്നുന്ന ഒരു 5:45 ആയിട്ടുണ്ട്. ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ വീഡിയോ എടുക്കലൊന്നും കാര്യമായിട്ട് നടക്കില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തെ വിഷ്വൽസും കൂടി നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്, വെട്ടം, നല്ല കൂൾ ചിൽ ക്ലൈമറ്റ് ആണ്. പ്രത്യേകിച്ച് ഈ മേക്കരയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ. അതെ അതെ, ഒരു തണുപ്പാണ്. നമ്മൾ എന്തോരം നടന്നാലും അങ്ങനെ കതക്കുക, ചൂടെടുക്കുക, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മേക്കരയിൽ നിന്ന് നമുക്ക് തിരുമലൈക്കോവിലേക്ക് പോകാനായിട്ട് ഒരു 9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ആ മലയുടെ മുകളിൽ അമ്പലം കാണാം. ഒരു വിധത്തിൽ സന്ധ്യ ആവുന്നതിന് മുമ്പ് നമ്മൾ ടെമ്പിളിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 വഴിയാണ്. ഒന്ന് നമുക്ക് കാർ എടുത്ത് തന്നെ ചുറ്റി കയറി പോവാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് സ്റ്റെപ്പുകൾ കയറി പോവാം. ഒരു 650 സ്റ്റെപ്പുകളുണ്ട്. ഹായ്, നമ്മളിപ്പോ തിരുമലൈക്കോവിലിൽ വന്നേക്കുവാണേ. എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. താഴേന്ന് മേളില് വരേക്ക് ഏകദേശം 649 സ്റ്റെപ്പ് എന്തോ ഉണ്ട്, 650 സ്റ്റെപ്പുകളും ഉണ്ട്. അപ്പൊ നമുക്ക് അത്രയും കയറാൻ മടിയായത് കാരണം കാറും കൊണ്ട് ഒരു 50 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുത്ത് കഴിഞ്ഞാൽ കാർ ഇങ്ങോട്ട് കയറ്റി വിടും. കാർ വഴി നമുക്ക് ഇതിലേക്ക് വേറെ വഴിയുണ്ട്, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോവാം. അപ്പൊ ആ വഴി കയറിയതാണ്. ആ വഴി കയറിയപ്പോ നല്ല അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോ നമ്മൾ ഇവിടെ നിർത്തിയതാണ്. ഇത് നമ്മുടെ പുഷ്പ സിനിമയിലെ അല്ലു അർജുൻ, മറ്റേ ആ പെണ്ണിന്റെ പേരെന്താ, പുഷ്പവല്ലിയ, അതിൽ ആ പെണ്ണിന്റെ പേരാ ഞാൻ പറഞ്ഞത്. അതിനെ മറന്നുവല്ല, എന്തോ ഒരു വല്ലി, പുഷ്പവല്ലിയായിരിക്കും. ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത ഒരു അമ്പലമുണ്ട്, ഒരു കുന്നിന്റെ മുകളിൽ കുറെ സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്ന ആ അമ്പലം ഇതാണ്. പിന്നെ പുള്ളി ഒരു പാറപ്പുറത്തിനും മറ്റേ കാലൊടിഞ്ഞ പോലത്തെ ഡാൻസിലൊക്കെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കളിക്കൂലേ, അതെല്ലാം ഇവിടെയാണ്. പക്ഷെ അടിപൊളി വ്യൂ ട്ടോ, ഒരു രക്ഷയില്ലേ. നമുക്ക് ഇനി അങ്ങോട്ട് ഇനിയും ലൈറ്റ് പോണതിന് മുമ്പ് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് കോവിൽ വരെ പോയിട്ട് വരാം.
ആദ്യമൊക്കെ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി മാത്രമേ കോവിലിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. പിന്നീടാണ് ഈ ഒരു റോഡ്, ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിയെടുത്തത് പിന്നീടാണ്. പക്ഷെ അതെന്തായാലും ബെസ്റ്റായി. നമുക്ക് ഈ ഒരു വ്യൂ കണ്ട് പോകുന്നത് ഭയങ്കര ഒരു സൂപ്പർ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സന്ധ്യയോടടുക്കുന്ന സമയം, നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതിലൂടെ ഇങ്ങനെ ഒരു അടിപൊളി കാഴ്ചയൊക്കെ കണ്ടു പോവാൻ നല്ല രസമായിരുന്നേ. സ്റ്റെപ്പ് കയറി അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇനി ഇതിലും സൂപ്പർ കാഴ്ചകളാണോ, അടിപൊളി എക്സ്പീരിയൻസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് പോയ ഈ ഒരു വഴി എന്തായാലും 100% സാറ്റിസ്ഫൈങ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിത് ആ കാഴ്ചകളൊക്കെ കണ്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹായ്, ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് നമ്മുടെ പുഷ്പ സിനിമയില് അല്ലു അർജുൻ പ്രപ്പോസ് ചെയ്യണ സീന് ഇവിടെ വെച്ചിട്ടാണ്, ശ്രീവല്ലിനെ പ്രപ്പോസ് ചെയ്യണ സീൻ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ വരുമ്പം ലൈറ്റ് ഒക്കെ പോയിട്ട് ചിലപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരിക്കും എന്ന്. പക്ഷെ ഇതൊരു പെർഫെക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ഈ സന്ധ്യ സമയത്ത് വന്നു കഴിഞ്ഞപ്പോഴേ ഒരു വല്ലാത്ത പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളം ഉണ്ട്, ഇന്നൊന്ന് നോക്കി, ഒരു കുളം കണ്ടോ? നല്ല ഭംഗിയുള്ള കുളമാണ് കേട്ടോ. അപ്പം ഈ ഒരു കുളമാണ് പുഷ്പ മൂവിയിൽ കൂടുതലും കാണാൻ പറ്റുന്നത്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ നടക്കാം കേട്ടോ. കാരണം അത്രയും പോസിറ്റിവിറ്റി ആണ്. എനിക്ക് തോന്നുന്നു ഈ സന്ധ്യ സമയത്ത് വന്നത് ഭയങ്കര നല്ല കാര്യമായിപ്പോയി. നമ്മൾ ലേറ്റ് ആയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചാണ് വന്നെങ്കിലും ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. കാരണം ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണിത്. ഒരു ചുറ്റുപാടും ഇങ്ങനെ നടന്ന് കാണാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര പോസിറ്റിവിറ്റി ആണ്. പിന്നെ എന്താണ് വ്യൂ, എല്ലായിടത്തുനിന്നും വ്യൂ ആട്ടോ. നമ്മൾ എത്ര ചുറ്റുപാട് നടന്നു കഴിഞ്ഞാലും ഭയങ്കര വ്യൂ ആ. തണുപ്പുണ്ട് കേട്ടോ. പേടയാണ്, പക്ഷെ ക്രീമി ടെക്സ്ചർ ആണ്. ഇത് പഞ്ചാമൃതം. ഇതിനെത്രയാ? 50. ഈ പേടക്കോ? 40. അപ്പോ ഇവിടെ കാണുന്ന ഈ കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ പയ്യെ ഇവിടുന്ന് തിരിക്കുവാണേ. പോകും വഴി രാത്രി കഴിക്കാനുള്ളത് പാഴ്സൽ വാങ്ങിയിട്ട് റൂമിൽ ചെന്നിരുന്ന് കഴിക്കാന്നാ വിചാരിക്കുന്നത്. നേരത്തെ കിടന്നുറങ്ങണം, കാരണം അതിരാവിലെ നമുക്ക് തെങ്കാശിക്ക് ആ പേര് വരാൻ കാരണമായ ഒരു കോവിലുണ്ടല്ലോ, അരുൾമിகு കാശി വിശ്വനാഥർ ടെമ്പിൾ, അവിടെ പോണം രാവിലെ. പിന്നെ നമുക്ക് സുന്ദരവാണ്ടിപുരത്ത് പോകണം. അതുവഴി പോകുമ്പം അന്യംപാറയുണ്ട്, അവിടെ കയറണം. പിന്നെ തിരിച്ച് അച്ചൻകോവില് ഫോറസ്റ്റ് റൂട്ട് വഴി കൊച്ചിയിലേക്ക്. ഈ പറഞ്ഞ നാളത്തെ പ്ലാനുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തെങ്കാശി യാത്രയുടെ ഫൈനൽ എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.